കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ പന്തീരടി പൂജയും പാലഭിഷേകവും ശീവേലിയും രാവിലത്തെ തൊഴാം. എല്ലാവരും റെഡി ആയിക്കോളൂ. ആദ്യം തന്നെ ആ പന്തീരടി പൂജയ്ക്ക് മുൻപാണ് പാലഭിഷേകം ഉണ്ടാവുക. പാലഭിഷേകം വരുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ആ ചതുർബാഹുവായ വിശ്വരൂപ വിഗ്രഹത്തിലാണ് പാലഭിഷേകം ചാർത്തുക. ആ പാലഭിഷേകം ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അതിമനോഹരാണ്. കാരണം ആ പാതാളാഞ്ജന ശിലയിലുള്ള ആ കറുത്ത വിഗ്രഹം അതിലിങ്ങനെ വെളുത്ത പാലും കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നത് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ മുൻജന്മ സുഹൃത്താണ്. അപ്പോൾ അതിങ്ങനെ നിന്ന് കാണാൻ പറ്റിയാൽ വളരെ സന്തോഷം. അങ്ങനെ കാണാൻ പറ്റി. അതുപോലെ കുറച്ച് അതിനുശേഷം ശംഖാഭിഷേകം ഉണ്ട്. അതും കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതിനു മുൻപ് ശീവേലി എഴുന്നള്ളത്തുണ്ടാവും. അപ്പോൾ ആ തിടമ്പ് കയറുന്ന സമയവും 3 വരി പ്രദക്ഷിണം, പിന്നെ മേളം ഉണ്ടെങ്കിൽ മേളത്തിൻ്റെ ഉണ്ടാവും. ആ മേളത്തിന് 2 വരി പ്രദക്ഷിണമാണ്. എന്നാലും ശീവേലി 2 വരി 3 വരി കഴിഞ്ഞാൽ പിന്നീട് അകത്തേക്ക് ഭക്തരെ പ്രവേശിക്കും. അങ്ങനെ അതിനുശേഷം പന്തീരടിക്ക് നട അടയ്ക്കും. ആ നട അടച്ച് പൂജയാണ്. അത് ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം പിടിക്കും, 40 മിനിറ്റോളം. അത് ആദ്യത്തെ ഇത് കഴിഞ്ഞാൽ അഷ്ടപതി പാടി പിന്നീടാണ് നട തുറക്കുക. വളരെ അതായത് നിഴലിന് 12 അടി നീളം വരുന്ന സമയത്താണ് പന്തീരടി പൂജ എന്ന് പറയുക. അത് ചെറിയതായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. പാലഭിഷേകം കാണലാണ് ഏറ്റവും പ്രധാനം. പന്തീരടി കഴിഞ്ഞാൽ ആ ബാലഗോപാല സ്വരൂപത്തിൽ പന്തീരടിക്ക് മുൻപ്, പാലഭിഷേകത്തിന് മുൻപ് കുറച്ച് സമയം ആ ശീവേലി കഴിയുന്ന സമയത്ത് ആടയാഭരണങ്ങളൊക്കെ മാറ്റിയിട്ട് പാലഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പാവും. അഭിഷേക സമയങ്ങളിലൊക്കെ വിശ്വരൂപ ദർശനമാണ് നമുക്ക് കിട്ടുക. വളരെ ഭഗവാന്റെ മഹത്തായ ആ പാതാളാഞ്ജനശിലയിലുള്ള ആ ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമാണ്, നാരായണൻ്റെ വിഗ്രഹമാണ്. അപ്പോൾ അത് കാണുക എന്ന് പറയുമ്പോൾ തന്നെ പുണ്യമാണ്. കാരണം പക്ഷെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് കാഴ്ചശക്തി കുറയുന്ന ആളുകൾക്കൊക്കെ, കാരണം ഉള്ളിൽ അധികം ദീപപ്രഭ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എന്നാലും ഒരുവിധമൊക്കെ കാണാൻ കഴിയും. പക്ഷെ കുറച്ച് വയസ്സായ ആൾക്കാർ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കാണാൻ. കാരണം പാതാളാഞ്ജന ശിലയാണ്. അപ്പോൾ അതിങ്ങനെ വേറെ നമ്മൾ ഉച്ചപൂജയൊക്കെ ആകുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടില്ല. കളഭം കൊണ്ടൊക്കെ ഉള്ള അലങ്കാരം ഉണ്ടാവുമ്പോൾ അതിനൊന്നും പറ്റില്ല. വളരെ സൂക്ഷ്മതയോടെ കാണേണ്ടുന്ന കാര്യമാണ്. ആകെ പാലാഭിഷേക സമയത്തുള്ളത് മാത്രം നമുക്ക് നേരെ തെളിഞ്ഞ് കാണാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാതാളാഞ്ജന ശിലയിൽ, കറുത്ത ശിലയിൽ വെളുത്ത പാലുകൊണ്ടുള്ള അഭിഷേകം കാണുമ്പോൾ നമുക്ക് ആ ഭഗവാന്റെ ദിവ്യരൂപം കാണാൻ കഴിയും. അത് ആ സമയത്ത് നാലമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയാൽ, അതായത് അവിടെ നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് കാണാൻ കഴിയും. അതിനും വേണം പുണ്യം, എന്നാൽ തന്നെ കിട്ടുള്ളൂ. ഗുരുവായൂരപ്പനെ ദർശിക്കുന്നവർക്ക് പോലും പുണ്യം, എന്താ പറയുക, ദർശിക്കുക മാത്രമല്ല നാരായണ എന്ന് വിളിക്കുന്നവർക്ക് പോലും പുണ്യം കിട്ടുന്ന കലിയുഗത്തിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ കൂടി കഴിഞ്ഞാൽ അത് അത്രയും വിശിഷ്ടമാണല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ചൈതന്യം എല്ലാവരിലേക്കും എത്തട്ടെ. ഇന്നത്തെ ആ പാലഭിഷേകവും
ശംഖാഭിഷേകവും അതുപോലെ പന്തീരടി കഴിഞ്ഞ് തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ പന്തീരടി പൂജയൊക്കെ തൊഴുത പുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.